വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ ശാലോം പ്രേക്ഷകരെ, കരയേണ്ട, എഴുന്നേൽക്കുക. കരയേണ്ട, എഴുന്നേൽക്കുക. ഇത് പറയാൻ ആർക്കാണ് സാധിക്കുന്നത്? അധികാരമുള്ളവനും കരുണ പൊഴിക്കുന്നവനും പറയാൻ കഴിയുന്ന 2 വാക്കുകളാണിത്: കരയേണ്ട, എഴുന്നേൽക്കുക. കണ്ണീരൊപ്പുന്ന കർത്താവ്, മനുഷ്യന്റെ കണ്ണീരിന് മുന്നിൽ കരുണ പൊഴിക്കുന്ന കർത്താവ്, ഹൃദയം അലിയുന്ന കർത്താവ്, ഇതാ അമ്മയുടെ കണ്ണീരിന്റെ മുന്നിൽ കരളലിഞ്ഞു പറഞ്ഞു, കരയേണ്ട. തുടർന്ന് യുവാവിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു തിരിച്ചറിവാവണം. സുവിശേഷത്തിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ കരയുന്നവന്റെ മുന്നിൽ, കണ്ണീർ പൊഴിക്കുന്നവന്റെ മുന്നിൽ കരുണയായി കടന്നു ചെല്ലുന്ന കർത്താവിന്റെ ചിത്രങ്ങൾ നാം കാണുന്നുണ്ട്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തൻ്റെ സഹോദരൻ ലാസർ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ടും ഈശോ 2-3 ദിവസം അവിടെ തന്നെ താമസിച്ചു. അതിനുശേഷം ശിഷ്യരെയും കൂട്ടി ബഥാനിയയിലേക്ക് പോകുന്ന രംഗം മനസ്സിലോർക്കുക. മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ എത്തിച്ചേർന്ന യേശു തമ്പുരാൻ സഹോദരിമാർ ചെന്ന് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അവരുടെ കരച്ചിലിന് മുന്നിൽ, കണ്ണീരിന് മുന്നിൽ കരളലിഞ്ഞ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം: ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ചു കരയുന്ന ബർത്തിമേയൂസ് എന്ന് പറയുന്ന അന്ധയാചകൻ, അവന്റെ കണ്ണീരിന് മുമ്പിൽ കരളലിഞ്ഞ കർത്താവ് ബർത്തിമേയൂസിന് കാഴ്ച കൊടുക്കുന്നു. നിലവിളി എന്ന് പറഞ്ഞാൽ നിലയില്ലാത്തവന്റെ വിളിയാണ്. നിലയില്ലാത്തവന്റെ വിളിക്ക് മുന്നിൽ കർത്താവ് കരളലിഞ്ഞു, അവന് കാഴ്ച കൊടുത്തു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ, അവിടെ പ്രതിപാദിക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ചാണ്. താൻ സമ്പാദിച്ച പണമൊക്കെ തൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി ചെലവഴിച്ചിട്ടും സൗഖ്യം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് രോഗം ഒന്നുകൂടെ മൂർച്ഛിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ രക്തസ്രാവക്കാരി സ്ത്രീ മനം നിറയെ കരഞ്ഞുകൊണ്ട്, കണ്ണീരൊഴുക്കിക്കൊണ്ട് ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു പോകുന്ന കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അവൾ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിക്കുന്ന അവൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാര് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, ജനക്കൂട്ടം നിന്നെ തിക്കുകയാണല്ലോ. ഞാൻ പറയും, വിശ്വാസമില്ലാതെ നിന്നിരുന്നത് ഈ ശിഷ്യരായിരുന്നു. കാരണം ബാക്കി എല്ലാവർക്കും വിശ്വാസമാണ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് പോലും വിശ്വാസമുണ്ട്. അവൾ കണ്ണീര് കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഇപ്രകാരം വിചാരിക്കുന്നു, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി. അവളുടെ ആ കണ്ണീരിന്റെ മുന്നിൽ കർത്താവിന്റെ മനസ്സലിഞ്ഞു. അവൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. വഴിവക്കത്തിരിക്കുന്ന 10 കുഷ്ഠരോഗികളിലേക്കൊന്ന് കടന്നു വരിക. 10 കുഷ്ഠരോഗികളും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ ഞങ്ങളിൽ കനിയണമേ,
ഞങ്ങൾക്ക് സൗഖ്യം തരണം. ഞങ്ങളിതാ ഈ വഴിവക്കത്ത് മാറി നിൽക്കുന്നു. ഞങ്ങൾക്ക് നിന്റെ അടുക്കിലേക്ക് വരാനുള്ള അവസരം നീ തരണം. അവരുടെ നിലവിളിക്ക് മുന്നിൽ കർത്താവ് കരളലിഞ്ഞു. അവർക്ക് സൗഖ്യം കൊടുത്തു. സാപത്തിൽ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന മഹോദര രോഗി, രോഗം മൂർച്ഛിച്ച് വഴിവക്കത്ത് മാറി നിന്നിരുന്നവൻ, അവനും നിലവിളിച്ചു, കർത്താവേ എനിക്ക് സൗഖ്യം തരണം. കണ്ണീരോടെ അവൻ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ നിലവിളിച്ചു. ആ കണ്ണീരിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു, അവന് സൗഖ്യം കൊടുത്തു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ജനങ്ങൾ അവളെ കർത്താവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, വ്യഭിചാരത്തിൽ പെടുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് നിയമം. ഇതാ ഇവളെ അങ്ങനെ പിടിക്കപ്പെട്ടതാണ്, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നീ അനുവദിക്കണം. കണ്ണീരോടെ നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ആരും കല്ലെറിഞ്ഞില്ല. കർത്താവിന്റെ മനസ്സലിഞ്ഞു. കണ്ണീരൊഴുക്കുന്നവന്റെ മുന്നിൽ കർത്താവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവളോട് പറഞ്ഞു, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മേലിൽ മോളെ പാപം ചെയ്യരുത്. സക്കൈവോസിലേക്ക് ഒന്ന് കടന്നു വരിക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ചുങ്കം പിരിച്ച് ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ഒരു വേള അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ പോകുന്ന പോക്ക് ശരിയല്ല. കണ്ണീരോടെ കർത്താവിനെ കാണാൻ അവൻ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അവന്റെ കണ്ണീരിൽ കർത്താവ് മനസ്സലിഞ്ഞു. അവന് സൗഖ്യം കൊടുത്തു, രക്ഷ കൊടുത്തു. അതേ പ്രിയമുള്ളവരെ, മനുഷ്യൻ കരഞ്ഞാൽ കർത്താവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മനുഷ്യൻ കരഞ്ഞാൽ കർത്താവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവന്റെ കരളലിയും. ആരവത്തിന്റെ നടുവിലും വേദനയുടെ നെടുവീർപ്പുകൾ തേടി പോകുന്നവനാണ് കർത്താവ്. ആൾക്കൂട്ട സംസ്കാരം ഇന്ന് വിജയത്തിന്റെ അളവുകോലാകുമ്പോൾ, ആൾക്കൂട്ട സംസ്കാരം സ്വാധീനിക്കാത്ത ഏക വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെതാണ്. ആൾക്കൂട്ട സംസ്കാരം വിജയത്തിന്റെ അളവുകോലാകുമ്പോൾ, ആൾക്കൂട്ട സംസ്കാരം സ്വാധീനിക്കാതെ നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കാൻ മനസ്സുള്ളവനാണ് കർത്താവ്. കർത്താവ് എപ്പോഴും കാത്തിരിക്കുന്നു ആൾക്കൂട്ടത്തിനിടയിൽ കരയുന്നവന്റെ രോദനം കേൾക്കാൻ. ഇന്ന് മനുഷ്യന് അതിന് സാധിക്കുന്നില്ലല്ലോ. കരയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത ഭാവത്തിൽ നമ്മളൊക്കെ നടന്നു നീങ്ങുകയാണ്. ഇവിടെ നിലവിളിക്കുന്നവന്റെ നിലവിളിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഞാൻ പറഞ്ഞു, നിലവിളി എന്ന് പറഞ്ഞാൽ നിലയില്ലാത്തവന്റെ വിളിയാണ്. ഇവിടെ 2 വ്യത്യാസമുണ്ട്. നിലവിളിയും കൊലവിളിയും രണ്ടും 2 തരത്തിലാണ്. നിലവിളി എന്ന് പറഞ്ഞാൽ അത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇഞ്ചിക്ക് ചപ്പിടാൻ മരത്തിന്റെ മുകളിലേക്ക് കയറുന്ന ഒരു മനുഷ്യൻ മരത്തിന്റെ നെറുകയിൽ നിന്ന് കൈവിട്ട് താഴേക്ക് പോരുന്നു. അവൻ നിലവിളിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണമേ. അതിനെയാണ് നിലയില്ലാത്തവന്റെ വിളി എന്ന് പറയുന്നത്. നിലയില്ലാത്തവന്റെ വിളി. മനുഷ്യൻ നിലവിളിക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കേണ്ടത് ഇതുപോലെയാണ്. കൊലവിളി എന്ന് പറഞ്ഞാലോ, കൊലവിളി എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന വിളിയാ. അവിടെ കണ്ണീരിന് സ്ഥാനമില്ല, മറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കൊന്നെടുക്കുക. ക്രിസ്തു ശിഷ്യൻ കൊലവിളിക്കുന്നവരാവരുത്, മറിച്ച് നിലവിളിക്കുന്നവരാവണം. പ്രിയമുള്ളവരെ, സുവിശേഷ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നായിമിലെ വിധവയുടെ ഏക മകനെ ഉയർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. കരഞ്ഞുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. കരയുന്നവന്റെ മുന്നിലേക്ക് കർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞു, കരയരുത്. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ കർത്താവിനാണ് ജീവിക്കുന്നെങ്കിൽ കരയാൻ നിന്നെ കർത്താവ് അനുവദിക്കില്ല. സുവിശേഷ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ജീവിതയാത്രയിൽ ഇണയെ നഷ്ടപ്പെട്ടവളാണ് ഈ വിധവ. ഒത്തിരിയേറെ നിരാശ അവൾക്ക് തോന്നി. ദൈവം ഇത്രമാത്രം ക്രൂരനാണല്ലോ എന്ന് അവൾ ചിന്തിച്ചു പോയി. പക്ഷേ ആ ചിന്തയ്ക്ക് നടുവിലും അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഈ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിലാണ്. കുഞ്ഞു വളർന്നു, വലിയവനായി. അവൾക്ക് ജീവിതത്തിന് ഇപ്പോൾ ഒരു ഊഷ്മളത തോന്നുന്നു, ജീവിക്കാൻ അവൾക്ക് തോന്നുന്നു. ഇടവേളയിൽ അവൾക്കുണ്ടായ നിരാശയെ അവൾ മാറ്റി ഇപ്പോൾ ഒന്ന് പിച്ചപിച്ച് നടക്കാൻ,
ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ അവൾ പരിശ്രമിക്കുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായത് അവൾക്ക് സംഭവിച്ചു. താൻ ആശ്രയം വെച്ച മകൻ ഇതാ ഇന്നിവിടെ മരിച്ചിരിക്കുന്നു. അവൾക്ക് നിരാശയായി. കൂടെ ഉണ്ടായിരുന്നവർ പോലും പറഞ്ഞു, ദൈവം ക്രൂരൻ തന്നെ. കാരണം ജീവിതയാത്രയിൽ യാത്ര തുടങ്ങിയപ്പോൾ തുണയെ ദൈവം എടുത്തു. ഇവളിപ്പോൾ ജീവിക്കുന്നത് ഈ മകന് വേണ്ടിയിട്ടാണ്. പക്ഷേ ദൈവം ഇവിടെ ക്രൂര വിനോദം വീണ്ടും ആവർത്തിക്കുന്നു. മകനെയും തിരിച്ചെടുത്തു. ദൈവം ക്രൂരൻ തന്നെ. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ക്രൂര വിനോദമായിട്ട് തോന്നും. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി നാം ചിന്തിക്കുമ്പോൾ ഇത് ക്രൂര വിനോദമെല്ലാം തിരിച്ചറിയണം. ഈ ഒരു സംഭവത്തിലൂടെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ലോകത്തിന് കൊടുക്കാനുണ്ടാവും. ആ കൊടുക്കാനുണ്ടാവുന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നാം പറയുന്ന ഒരു വാക്യമുണ്ട്, ദൈവം മനുഷ്യന്റെ കണ്ണീര് കാണുന്നില്ല. കാരണം സ്വർഗത്തിലിരുന്ന് മനുഷ്യന്റെ കണ്ണീര് കണ്ട് ആനന്ദിക്കുന്നവനാണ് ദൈവമെന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ വേദനയുടെ നാളുകളിൽ നാം പറയാറുണ്ട്. എന്താ അതിന് കാരണം? സഹനത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നാം സഹിക്കുമ്പോൾ ദൈവവും ആ കൂടെ സഹിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ അടുത്ത നാളുകളിൽ ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ചെന്നു. ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഒരു പരിദേവനം പറഞ്ഞു. അച്ചോ, ദൈവം ക്രൂരനല്ലേ? മനുഷ്യന്റെ വേദന കണ്ട് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നവനല്ലേ ദൈവം? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ എനിക്കിങ്ങനെ ക്യാൻസർ എന്ന ഈ രോഗം തന്നത്? വേദന സഹിക്കാൻ ദൈവം എന്തുകൊണ്ടാ എന്നെ അനുവദിക്കുന്നത്? ഈ മനുഷ്യന്റെ ചോദ്യത്തിന് മുൻപിൽ അല്പം ഞാനൊന്ന് പകച്ചു നിന്നുവെങ്കിലും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുന്നത് ദൈവം ക്രൂരനാണെന്ന്? അതിനുശേഷം വേദനിക്കുന്ന ഒരു മനുഷ്യനുണ്ടായ ഒരു സ്വപ്നം ഞാൻ അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിപ്രകാരമാണ്. വേദനയുടെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇപ്രകാരം ഒരു സ്വപ്നം കാണുന്നു. അദ്ദേഹം കടൽ തീരത്തുകൂടെ യാത്ര ചെയ്യുകയാണ്, നടക്കുകയാണ്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൊക്കെ 4 കാൽപ്പാടുകൾ ഈ മനുഷ്യൻ കാണുകയാണ്. എന്നാൽ വേദനയുണ്ടാകുമ്പോൾ അദ്ദേഹം കാണുന്നത് 2 കാൽപാദങ്ങൾ മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം അതിനെ അങ്ങ് വ്യാഖ്യാനിച്ചു, എന്റെ വേദനയുടെ നടുവിൽ എന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ല, എല്ലാവരും എന്നിൽ നിന്ന് ഓടി അകലുന്നു. എനിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ എന്നോടൊപ്പം നിൽക്കാൻ ഒത്തിരിയേറെ പേരുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു തിരിച്ചറിവുണ്ടാവണം. വേദനയുടെ നടുവിൽ നാം നിൽക്കുമ്പോൾ നാം കാണുന്ന 2 കാൽപാദങ്ങൾ അത് നമ്മുടേതല്ല, മറിച്ച് ദൈവത്തിൻ്റെതാണ്. വേദനയുടെ നിമിഷങ്ങളിൽ അവൻ നമ്മെ നടക്കാൻ അനുവദിക്കില്ല. അവൻ നമ്മെ തൻ്റെ തോളത്തെടുത്തു വെച്ച് നടക്കുകയാണ്. അവൻ നമ്മെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മറിച്ച് സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ അവൻ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇത് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ വേദനയുടെ നടുവിൽ പറയും, ദൈവം ക്രൂരൻ തന്നെ. കാരണം വേദനയുടെ നടുവിൽ അവൻ എന്നെ ഒറ്റക്കിട്ട് യാത്ര ചെയ്യുകയാണെന്ന്. പക്ഷെ പ്രിയമുള്ളവർ, തിരിച്ചറിയുക, വേദനയുടെ നിമിഷങ്ങളിൽ കർത്താവ് എന്നോടൊപ്പം പിടയുകയാണ്. അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുകയല്ല, മറിച്ച് എന്നോടൊപ്പം വേദനിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, പിന്നെ എന്തുകൊണ്ടാ ദൈവം ഈ ലോകത്തിൽ വേദന അനുവദിക്കുന്നത്? പ്രിയമുള്ളവരെ, ചിലരെ ദൈവം വേദനിക്കാൻ അനുവദിക്കുമ്പോൾ ആ വേദനയിലൂടെ കണ്ടു നിൽക്കുന്നവർക്ക് വലിയൊരു പാഠം കൊടുക്കുകയാണ്. അത് മാനസാന്തരത്തിനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ജന്മന അന്ധനായ മനുഷ്യൻ, അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യ സമൂഹം ഈശോയോട് ചോദിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാവം നിമിത്തമാ? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ? കർത്താവ് എന്താ പറഞ്ഞത്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാവം നിമിത്തമല്ല, മറിച്ച് കർത്താവിന്റെ മഹത്വം ലോകം കാണുന്നതിന് ഒരവസരം കർത്താവ് സൃഷ്ടിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, രോഗത്തിന് നടുവിലും വേദനയുടെ നടുവിലും ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകണം. എനിക്ക് എന്റെ സൃഷ്ടാവായ ദൈവം ഇന്ന് വേദന അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്റെ വേദനയിലൂടെ ലോകത്തിന് പുതിയ പാഠങ്ങൾ കൊടുക്കാനാണ്.
പ്രിയമുള്ള ഈ തിരിച്ചറിവിൽ നിന്ന് നാം ജീവിക്കുമ്പോൾ ദൈവം ക്രൂരനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. വീണ്ടും സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇവിടെ മോൻ മരിച്ചു. എല്ലാവർക്കും നിരാശയാണ്. ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്ന മനുഷ്യരും ഈ പറഞ്ഞ വിധവയും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അടക്കിയേ പറ്റൂ. അതുകൊണ്ട് ശവമഞ്ചം വഹിച്ചുകൊണ്ട് ഇവരുടെ കരച്ചിലിനോടൊപ്പം ജനങ്ങൾ തെരുവീതിയിലൂടെ നടന്നു വരികയാണ്. ഈ നടന്നു വരുന്ന അവസരത്തിലാണ് കർത്താവ് ജനങ്ങളോടൊപ്പം എതിർവഴിയെ വരുന്നത്. ഒരു വശത്ത് കരയുന്ന മനുഷ്യർ, വേറൊരു വശത്ത് സന്തോഷിക്കുന്ന ആഹ്ലാദ ആരവം മുഴക്കുന്ന മനുഷ്യർ. കാരണം കർത്താവിന്റെ കൂടെ നടന്ന് അവൻ കൊടുത്ത സൗഖ്യങ്ങളൊക്കെ കേട്ട് അനുഭവിച്ചറിഞ്ഞ് ആത്മസന്തോഷത്തോടുകൂടി ബഹളം വെച്ചാണ് യേശുവിനോടൊപ്പമുള്ള ജനങ്ങൾ വരുന്നത്. പക്ഷേ വിധവയോടൊപ്പം ശവമഞ്ചം വഹിച്ച് വരുന്നവരോ അവർ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഈ കരച്ചിലിന്റെ ഒച്ച കർത്താവ് കേട്ടു. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, വേദനയുടെ നടുവിലും ആഹ്ലാദത്തിന്റെ നടുവിലും നിലവിളിയുടെ ശബ്ദത്തിന് കാതുകൊടുക്കുന്നവനാ കർത്താവ്. അതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കാത്തത് കർത്താവ് കേട്ടു. അതുകൊണ്ട് കർത്താവ് ഈ പറയുന്ന വിധവയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ നീ കരയണ്ട, നിന്റെ നിലവിളി ഇതാ ഞാൻ കേട്ടിരിക്കുന്നു. അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം ശവമഞ്ചം വഹിക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ ശവമഞ്ചത്തിൽ അവൻ തൊട്ടു. ഒരുപക്ഷെ വഹിക്കുന്നവർ ദേഷ്യത്തോടെ അവനെ നോക്കിയിരിക്കാം. ഈ ഭാരം എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഒന്ന് ഇറക്കി വെക്കണം, അതിന് നീ തടസ്സം നിൽക്കുന്നു. പക്ഷേ കർത്താവ് തൊട്ടു. ആ നിമിഷം ദേഷ്യത്തോടെ ആണെങ്കിലും വഹിക്കുന്നവർ, ശവമഞ്ചം വഹിക്കുന്നവർ നിന്നു. കർത്താവ് യുവാവിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, യുവാവേ എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ഇതൊരു തിരിച്ചറിവാകണം നമുക്ക്. വേദനയുടെ നടുവിൽ കർത്താവ് നമ്മിലേക്ക് കടന്നു വരും. മറ്റുള്ളവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലും എൻ്റെ കരച്ചിൽ കേൾക്കാൻ എൻ്റെ കർത്താവ് തയ്യാറാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, പരാതി പറയാൻ നമുക്ക് സാധിക്കില്ല. പ്രിയമുള്ളവർ, ഇവിടെ ഒരു തിരിച്ചറിവുണ്ടായിക്കേ. നാം ആരാണ്? പരാതി പറയുന്നവരാണോ നമ്മൾ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം, മർത്താ മർത്താ, നീ പരതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും ആകുലയും അസ്വസ്ഥയുമാണ്. നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾക്കുള്ള തടസ്സമെന്ന് പറയുന്നത് ഈ കർത്താവ് ക്രൂരനാണ് എന്നുള്ള ചിന്തയാണ്. വേദനയുടെ നടുവിൽ എന്നെ ഒറ്റക്കിട്ടിട്ട് കർത്താവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു എന്നുള്ള വിചാരം, അതാണ് നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. നമുക്കുണ്ടാവേണ്ട തിരിച്ചറിവ് എന്ന് പറയുന്നത് നാം ജീവിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാന പ്രശ്നം അഭിനയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിൽ മാത്രമല്ല, അതൊരു ഏറ്റെടുക്കൽ കൂടെയാണ്. ഏറ്റെടുക്കുമ്പോൾ ഈ പറയുന്ന സഹനത്തെ നാം ഏറ്റെടുത്തേ പറ്റൂ. സന്തോഷത്തെ മാത്രം നാം ഏറ്റെടുത്താൽ പോരാ, മറിച്ച് ദുഃഖം കൂടെ നാം ഏറ്റെടുക്കണം. പക്ഷേ നമുക്ക് ഇന്നുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പ്രശസ്തിയുടെ പുറകെ പോകുമ്പോൾ ഈ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ അടുത്ത ദിവസം രോഗിയായ ഒരു മനുഷ്യന് സഹായം ധനരൂപീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചുപേർ ഒരു വീട്ടിലേക്ക് ചെന്നു. രോഗി സഹായം രൂപീകരിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്ഥലത്തെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മുന്നിലേക്ക് ഞങ്ങൾ ചെന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തുടങ്ങിയത് ഇപ്രകാരമാണ്: താൻ ചെയ്ത ഗുണഗണങ്ങളൊക്കെ, താൻ ചെയ്ത പ്രവൃത്തികളൊക്കെ അദ്ദേഹം ഞങ്ങളോട് വലിയ വായിൽ വിസ്തരിച്ചു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രവൃത്തി അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം, ലാഭമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു 25 രൂപ എടുത്ത് അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, അച്ചോ, ഞാൻ ഈ 25 രൂപ തരുന്നത് കൊണ്ട് എനിക്ക് വലിയ ലാഭമൊന്നുമില്ല, അതുകൊണ്ട് ഇത്രയേ തരാൻ എനിക്ക് സാധിക്കൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇനി ആ രോഗിയായ മനുഷ്യന്
ഒരു വീട് പണിയണമെങ്കിൽ എന്നോട് പറയുക, ഞാനത് പണിത് കൊടുക്കാം. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യണം, ആ വീടിന്റെ മുന്നിൽ ഒരു ഫലകമുണ്ടാവണം, അതിൽ എൻ്റെ പേര് കൂടെ ചേർത്ത് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ രൂപ തരാം. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മനുഷ്യൻ ബിസിനസ് നടത്തുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാവണം. അതാണ് നമ്മുടെ ചിന്ത. അങ്ങനെയുള്ളപ്പോൾ ഈ സഹനത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഈശോയിലേക്ക് നാം ഒന്ന് തിരിയണം. ഈശോ പറയും, എൻ്റെ കണ്ണീര് കണ്ട് വേദന കണ്ട് അവൻ സന്തോഷിക്കുകയല്ല, മറിച്ച് എന്നോടൊപ്പം അവൻ കരയും. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ചില സംഭവങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വരും. എന്നാൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന തിരുവചനമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഞാനൊരു വ്യാഖ്യാനം തരാം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതൽ വെളിപാടിന്റെ അവസാനം വരെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ വന്ധ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒത്തിരിയേറെ ഭാഗങ്ങളുണ്ട്. അബ്രാഹത്തെയും സാറായെയും കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവര് വന്ധ്യരായിരുന്നു. സാംസന്റെ പിതാവ് മനോവ വന്ധ്യനായിരുന്നു. സ്നാപയോഹന്നാന്റെ പിതാവ് സക്രിയായും എലിസബത്തും വന്ധ്യത ബാധിച്ചവരായിരുന്നു. പക്ഷേ ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഇതിന്റെ അർത്ഥം പിടികിട്ടില്ല. പക്ഷെ സുവിശേഷത്തിലൂടെ കടന്നുപോയിക്ക് ഇവർക്ക് വന്ധ്യതയുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിനും സാറായിക്കും ഇസഹാക്ക് ജനിച്ചു. ആ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സു മാറി. ഒരു വശത്ത് ദൈവം ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് ചിന്തിച്ചിരുന്ന നിമിഷങ്ങളിൽ ദൈവം അവരിലേക്ക് ഇടപെട്ടിട്ട് ഇസഹാക്കിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ അവർക്ക് അവസരമുണ്ടായി. സാംസണിലേക്കൊന്ന് കടന്നു വരിക. മനോവ ദുഃഖിതനായിരുന്നു. താൻ വന്ധ്യത ബാധിച്ചവനാണ്, തനിക്ക് ദൈവം മക്കളെ തരുന്നില്ലല്ലോ, ദൈവം എന്നെ ശിക്ഷിക്കുകയാണല്ലോ. ഇങ്ങനെ ചിന്തിച്ചിരുന്ന അവസരത്തിൽ ദൈവം അവന് സാംസനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാനുമുള്ള ഭാഗ്യം അവനുണ്ടായി. സക്രിയായെയും എലിസബത്തിലേക്കൊന്ന് കടന്നു വരിക. സ്നാപയോഹന്നാനെ ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം കൊടുത്തു. ദൈവസ്നേഹം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാനുള്ള ഒരു ഭാഗ്യം അതിലൂടെ അവർക്ക് ദൈവം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ 10-15 വർഷങ്ങൾക്ക് ശേഷം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാകുമ്പോൾ നാം കാണാറുള്ള ഒരു വസ്തുതയുണ്ട്. വളരെ താല്പര്യത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ഈ കുഞ്ഞിനെയുമായി പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് വരുന്ന ആ മാതാപിതാക്കളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ ഇത്രയേറെ സന്തോഷത്തോടെ കടന്നു വരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊരു തിരിച്ചറിവ് വേണം. നമ്മിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ നാം ആശ്രയിക്കണം. ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവമാണ് എനിക്ക് മക്കളെ തരുന്നത് എന്ന ബോധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവനെ കൂടുതൽ സ്നേഹിക്കാനും അവന്റെ മുന്നിൽ ശിരസ്സ് നമിക്കാനും നമുക്ക് സാധിക്കും. ഇന്നിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ദൈവ തിരുമുമ്പിൽ ശിരസ്സു നമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് വേദനയുടെ മുമ്പിൽ നാം പകച്ചു നിൽക്കുന്നത്. അർത്ഥം മനസ്സിലാക്കാതെ നാം നിലവിളിച്ചു പോകുന്നത്, ദൈവം ക്രൂരനാണ് എന്ന് നിലവിളിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊരു തിരിച്ചറിവിലേക്ക് വരാം. എൻ്റെ വേദനയുടെ നടുവിൽ എൻ്റെ തമ്പുരാന്റെ തോളത്താണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ സന്തോഷത്തിന്റെ വേളകളിൽ ഞാൻ അവനോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മുറിപ്പാടുണ്ടാകുന്ന മുട്ടാടിനാണ് ഇടയന്റെ തോളത്തിരിക്കാനുള്ള ഭാഗ്യം കിട്ടുക. വേദനയുണ്ടാകുന്ന കുഞ്ഞാടിനാണ് ഇടയന്റെ തോളത്തിരുന്ന് ഏറ്റവും സുന്ദരമായ പഞ്ഞിക്കുരു എന്ന ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. അപ്പോൾ വേദനയുടെ നാളുകളിൽ എൻ്റെ തമ്പുരാന്റെ തോളത്തിരിക്കാൻ, എൻ്റെ തമ്പുരാന്റെ ഒക്കത്ത് കയറിയിരിക്കാനുള്ള ഭാഗ്യം അവൻ എനിക്ക് തരുകയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. കരഞ്ഞുകൊണ്ട് നിന്നവന്റെ മുന്നിലേക്ക് കർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞു, മോളെ,
കരയണ്ട. ശവമഞ്ചത്തിൽ അവൻ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കുക. കർത്താവ് ഇന്ന് നമ്മളോട് പറയും, മക്കളെ, നിങ്ങൾ കരയരുത്, നിങ്ങൾ എഴുന്നേൽക്കുക. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കണം. അതാണ് കർത്താവിനിഷ്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരായ ഈശോയെ, നായിമിലെ വിധവയുടെ മകനെ നീ ഉയർപ്പിച്ചപ്പോൾ വലിയ ഒരു സന്ദേശം ഞങ്ങൾക്ക് നീ തരികയായിരുന്നു. വേദനയുടെ നടുവിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ പകച്ചു നിന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട്, ദൈവമേ, നീ ഒരു ക്രൂരനാണല്ലോ എന്ന്. പക്ഷേ ഈശോയെ, ഈ നിമിഷം ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുന്നു. വേദനയുടെ നിമിഷങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നവനല്ല എൻ്റെ കർത്താവ്, മറിച്ച് എന്നോടൊപ്പം എൻ്റെ വേദനയിൽ പങ്കുപറ്റുന്നവനാണ് കർത്താവ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടാവുന്നു. ഈശോയെ, വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് നിന്റെ സഹനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥം ലോകത്തിന് കൊടുക്കുവാൻ ഒരു ഉപകരണമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഷാലോം പ്രേക്ഷകർക്ക് ഒരു ആത്മീയ ഉത്സവമായി മാറിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ടെലി സീരിയൽ വീണ്ടും ഷാലോം ടെലിവിഷനിൽ. യേശുവിന്റെ മണവാട്ടിയാകാൻ ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ച സഹനപുത്രി മറിയം ത്രേസ്യയുടെ സംഭവബഹുലമായ ജീവിതകഥ. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ, കുടുംബങ്ങളുടെ മധ്യസ്ഥ. ഇന്ന് രാത്രി 9 മണിക്ക്. ആയിരങ്ങളുടെ ജീവിതങ്ങളെ വചനാഭിഷേകത്തിലേക്ക് നയിച്ച ഷാലോം ടിവിയിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലെ വചന സന്ദേശങ്ങൾ വീണ്ടും ജനഹൃദയങ്ങളെ ഉണർത്തുന്നു ജാഗരണ വചസ്സുകളിലൂടെ. ജാഗരണ വചസ്സുകൾ ആദ്യ വെള്ളി കഴിഞ്ഞുള്ള ഞായറാഴ്ചയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്കു തണലേകാൻ നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. മിഴി തുറക്കൂ ആത്മീയതയുടെ ആഘോഷത്തിനായി.